നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരൊറ്റ ക്ലിക്കിൽ എല്ലാ വിവരങ്ങളും പുറത്ത്. അതായത് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഈ ഒരു KPCCക്ക് ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും വളരെ അതീവ രഹസ്യമായി നടന്ന പല കാര്യങ്ങളും ഒരൊറ്റ ക്ലിക്കിലൂടെ കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വരികയാണ്. അതായത് നമുക്കറിയാവുന്ന പോലെ തന്നെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള ചർച്ചകളൊക്കെ പുരോഗമിക്കുകയാണ്. രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും VD സതീശനും ഒക്കെ രംഗത്തുണ്ട്, ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയാകണം എന്ന ആഗ്രഹത്തോടെ. അപ്പോൾ അങ്ങനെ ഇവരെല്ലാം ഈ ആഗ്രഹത്തോടെ നിൽക്കുമ്പോൾ വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ അകത്ത് പുരോഗമിക്കുമ്പോൾ MLA-മാരുടെ ഈ 3 പേരിൽ ആരെയൊക്കെയാണ് MLA-മാർ പിന്തുണയ്ക്കുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി പദം തീരുമാനിക്കാമെന്നൊരു തലത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അങ്ങനെ നോക്കുമ്പോൾ KC വേണുഗോപാലിനാണ് MLA-മാരുടെ കൂടുതൽ സപ്പോർട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെ MLA-മാരാണ് ആരെയൊക്കെയാണ് സപ്പോർട്ട് ചെയ്തത് എന്നൊരു ചോദ്യം, അത് ഒരു ചോദ്യമായി തന്നെ നിൽക്കവെയാണ് കഴിഞ്ഞ ദിവസം അവിടെ നമുക്കറിയാം, ഇപ്പോൾ KPCCയിൽ മാധ്യമപ്രവർത്തകർ വളഞ്ഞിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും ഒരു മുഖ്യമന്ത്രി ഉണ്ടായി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചു എന്ന പ്രഖ്യാപനം ഉണ്ടാകും. അത് വെയിറ്റ് ചെയ്ത് മാധ്യമങ്ങളൊക്കെ നിൽക്കുന്നതിനിടയിലാണ് ഒരു പേപ്പറുമായി ചില ഫയലുകളുമായി വന്ന ആ ഒരു ഫോട്ടോ, അതായത് ആ ഫയലുകളിലുണ്ടായിരുന്ന ഫോട്ടോ ഒരു ക്യാമറമാൻ ക്ലിക്ക് ചെയ്തു. ഏതൊക്കെ MLA-മാർ ആരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന തരത്തിലുള്ള ഒരു ലിസ്റ്റിൻ്റെ ഫോട്ടോയാണ് ക്ലിക്ക് ചെയ്തത്. ആ ലിസ്റ്റിൻ പ്രകാരം അതായത് ഏതൊക്കെ MLA-മാർ ആരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു എന്നത് ശരിയാണെങ്കിൽ ആ ലിസ്റ്റിലുള്ള കാര്യങ്ങൾ ഇപ്രകാരമാണ്. സന്ദീപ് വാര്യർ സപ്പോർട്ട് ചെയ്യുന്നത് KC വേണുഗോപാലിനെയാണ്. അഡ്വക്കേറ്റ് സജീവ് ജോസഫ് സപ്പോർട്ട് ചെയ്യുന്നതും KC വേണുഗോപാലിനെയാണ്. അഡ്വക്കേറ്റ് TA മോഹനനും അഡ്വക്കേറ്റ് സണ്ണി ജോസഫും MS ഉഷാ വിജയനും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നത്, T സിദ്ദിഖ് അടക്കമുള്ളവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് KC വേണുഗോപാലിനെയാണ്. എന്നാൽ IC ബാലകൃഷ്ണനാകട്ടെ KC വേണുഗോപാലിനെ രമേശ് ചെന്നിത്തലയുമാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇത്തരത്തിലൊരു 8 പേരുടെ ലിസ്റ്റാണ് കഴിഞ്ഞ ദിവസം ആ ഒരു ഫോട്ടോയിലൂടെ പുറത്തു വന്നത്. അപ്രതീക്ഷിതമായി എടുത്ത ക്ലിക്കായിരുന്നു. അകത്തേക്ക് KPCCയിലേക്ക് കയറി പോകുന്നതിനിടയിൽ മാധ്യമപ്രവർത്തകർ ആ ഒരു പേപ്പർ, കയ്യിലിരുന്ന ഫയൽ മാത്രം ഫോക്കസ് ചെയ്തെടുത്ത ഫോട്ടോ ആയിരുന്നു. ആ ഫോട്ടോയിലാണ് ഈ ഒരു വിവരമുള്ളത്. പക്ഷേ നേതൃത്വമൊക്കെ തള്ളുന്നുണ്ട്, അത് MLA-മാരെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ ലിസ്റ്റ് അല്ല, ആ വാദമൊക്കെ തെറ്റാണ്, അത് മറ്റൊരു ലിസ്റ്റാണ് എന്നൊക്കെ ആ നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും പുറത്തു വന്ന വിവരങ്ങൾ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് ആ ലിസ്റ്റാണ് എന്നാണ്. എന്തായാലും കോൺഫിഡൻഷ്യലാണ്, ഇന്റേണൽ എക്സസൈസ് ആണ് അകത്ത് നടക്കുന്നത്. വിവരങ്ങളൊന്നും പുറത്തുവിടാൻ പാടില്ല, അതങ്ങനെ തന്നെ രഹസ്യമായിട്ടിരിക്കട്ടെ. എന്തായാലും കേരളം ചോദിക്കുകയാണ് എവിടെ ഞങ്ങളുടെ മുഖ്യമന്ത്രി എന്ന്. 5 മിനിറ്റിനുള്ളിൽ, അതായത് അധികാരം കിട്ടി 5 മിനിറ്റിനുള്ളിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്ന് PC വിഷ്ണുനാഥ് അടക്കമുള്ളവരൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ 5 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്, ഇതുവരെ മുഖ്യമന്ത്രി ആയിട്ടില്ല. ആരാണ് മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ, അതുമാത്രമല്ല ഒരു മുഖ്യമന്ത്രിക്ക് വേണ്ടി പാർട്ടിക്കുള്ളിൽ തന്നെ പൊരിഞ്ഞാടി നടക്കുന്ന സംഭവം നമ്മൾ കേരള രാഷ്ട്രീയത്തിൽ സമീപകാലത്ത് ആദ്യമായി കാണുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ തെരുവിലേക്ക് ഇറങ്ങി VD സതീശന് വേണ്ടി ജനങ്ങൾ, അതായത് പ്രവർത്തകർ വലിയ രീതിയിലുള്ള പ്രകടനം, പ്രത്യേകിച്ച് ആ പാർട്ടിയിലുള്ള KC വേണുഗോപാലിൻ്റെ ഫ്ലെക്സ് വരെ വലിച്ചു കീറി എറിയുകയായിരുന്നു, KC വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട്. ഒരേ പാർട്ടിയിലുള്ളവർ തമ്മിൽ അടികൂടുന്നത് കാണുകയാണ് കേരള രാഷ്ട്രീയം. എന്തായാലും മുഖ്യമന്ത്രി ആരാണെന്ന ചോദ്യം ഇന്നുണ്ടാകും, അതിനുള്ള ഉത്തരം എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉടൻ തന്നെ ഉണ്ടാകട്ടെ എന്ന് കരുതുന്നു. നാഥനില്ല കളരി പോലെ കേരളമായിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ്. എന്തായാലും ഭൂരിപക്ഷ ജനങ്ങളുടെ ആവശ്യപ്രകാരം, ജനങ്ങളാണല്ലോ ജനാധിപത്യത്തിലെ രാജാവ്, അപ്പോൾ ജനങ്ങളുടെ ആഗ്രഹപ്രകാരമുള്ള ഒരു വ്യക്തി മുഖ്യമന്ത്രി ആകണമെന്ന് തന്നെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇന്നലെ KPCC ആസ്ഥാനത്ത് നടന്ന നിയമസഭാ കക്ഷി യോഗത്തിനും MLA-മാരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തുവന്ന AICC നിരീക്ഷകൻ മുകുൾ വാസ്നിക്കിന്റെ കയ്യിലിരുന്ന രേഖയുടെ ചിത്രമാണ് പുറത്തു വന്നത്. ഇതിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ളവർ KC വേണുഗോപാലിനെ പിന്തുണച്ചതായിട്ടാണ് ചിത്രത്തിൽ കണ്ടത്. പിന്നാലെയാണ് ഇവർക്ക് നേരെ ചോദ്യങ്ങൾ ഉയർന്നത്. സന്ദീപ് വാര്യർ, സണ്ണി ജോസഫ്, സജീവ് ജോസഫ്, TO മോഹനൻ, ഉഷാ വിജയൻ, T സിദ്ദിഖ് എന്നിവർ ഉൾപ്പെടെ KC എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്നത് KC വേണുഗോപാലിനെ ആണോ എന്ന ചോദ്യമാണ് ഉയർന്നത്. രമേശ് ചെന്നിത്തലയുടെ വിശ്വസ്തനായി അറിയപ്പെടുന്ന IC ബാലകൃഷ്ണനാകട്ടെ KC എന്നും RC എന്നും അറിയിച്ചിട്ടുണ്ട്. AICC നിരീക്ഷകർ നടത്തിയ വ്യക്തിഗത കൂടിക്കാഴ്ചയിൽ തിരഞ്ഞെടുക്കപ്പെട്ട 63 കോൺഗ്രസ് MLA-മാരിൽ 47 പേരും വേണുഗോപാലിന്റെ പേരാണ് നിർദ്ദേശിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ചെന്നിത്തലയ്ക്ക് 8 MLA-മാരുടെയും VD സതീശന് 6 പേരുടെയും പിന്തുണ മാത്രമാണ് കിട്ടിയതെന്നാണ് വിവരം. സതീശനും ചെന്നിത്തലയും ഇന്നലെ നിരീക്ഷകരെ കണ്ട് നിലപാട് അറിയിച്ചിരുന്നു. മുഖ്യമന്ത്രിയെ നാമനിർദ്ദേശം ചെയ്യാൻ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയെ ചുമതലപ്പെടുത്തി കോൺഗ്രസ്
കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം ഐകകണ്ഠ്യേന പ്രമേയം പാസാക്കിയിരുന്നു. ഹൈക്കമാൻഡ് ചർച്ചകൾക്ക് ശേഷം ഇന്നോ നാളെയോ പ്രഖ്യാപനം ഉണ്ടായേക്കും. തുടർന്ന് 2 ദിവസത്തിനകം പുതിയ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമെന്നാണ് റിപ്പോർട്ട്. അതേസമയം നിരീക്ഷകർക്ക് മുന്നിൽ പക്ഷം പിടിച്ചില്ലെന്നും നിഷ്പക്ഷത പാലിച്ചെന്നും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പ്രതികരണം. MLA-മാരുടെ പിന്തുണ രേഖപ്പെടുത്തിയതായി പുറത്തുവന്ന ചിത്രങ്ങൾ ശരിയല്ലെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. MLA-മാർ രഹസ്യമെന്ന നിലയിൽ അറിയിച്ച അഭിപ്രായം രേഖപ്പെടുത്തിയ കടലാസുമായി മുകുൾ വാസ്നിക് പുറത്തിറങ്ങിയപ്പോൾ ഇത്തരത്തിലുള്ള ചിത്രം പുറത്തേക്ക് വരികയായിരുന്നു. ക്യാമറയിൽ പതിക്കുകയായിരുന്നു. ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഫോട്ടോഗ്രാഫർ BP ദീപു അദ്ദേഹം അത് ക്യാമറയിൽ പകർത്തുകയായിരുന്നു. അത് വലിയ രീതിയിലുള്ള എക്സ്ക്ലൂസീവായി മാറുകയും അത് വലിയ രീതിയിൽ പ്രചരിക്കുകയും ചെയ്തു. പുറത്തുവന്ന വിവരങ്ങൾ വിവാദമായപ്പോൾ അത് വസ്തുതയല്ലെന്ന വിശദീകരണമാണ് മുകുൾ വാസ്നിക് നൽകിയത്. പത്രത്തിൽ വന്ന വിവരങ്ങൾ ശരിയല്ല എന്നാണ് വാസ്നിക് പറയുന്നത്. എന്നാൽ മുകുൾ വാസ്നിക് ഇത്തരത്തിൽ വിവാദത്തിൽപ്പെടുന്നത് ആദ്യമല്ല എന്നതും വസ്തുത. 2018 മേഘാലയ തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ കേന്ദ്ര നിരീക്ഷകരിൽ ഒരാളായി വാസ്നിക് എത്തിയിരുന്നു. തൂക്ക് നിയമസഭയിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ കോൺഗ്രസിന് സർക്കാർ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. 60 അംഗ സഭയിൽ 21 പേരെയാണ് കോൺഗ്രസിന് ജയിപ്പിക്കാനായത്. ഭൂരിപക്ഷത്തിന് 10 പേരുടെ കുറവ്. മറ്റു പാർട്ടികളുടെ പിന്തുണ ഉറപ്പാക്കി സർക്കാർ ഉണ്ടാക്കുകയായിരുന്നു കോൺഗ്രസിന്റെ അടുത്ത ലക്ഷ്യം. ഇത്തരത്തിൽ പിന്തുണ പ്രതീക്ഷിക്കുന്നവരുടെ പേരുകളുമായാണ് അന്ന് വാസ്നിക് ഹോട്ടൽ മുറിക്ക് പുറത്തിറങ്ങിയത്. ഇത് കൃത്യമായ ഫോട്ടോഗ്രാഫിന്റെ ഫ്രെയിമിൽ പെട്ടു. സമാനമായ സംഭവമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നത്. MLA-മാരെല്ലാം വലിയ രീതിയിൽ വളരെ കോൺഫിഡൻഷ്യലാണ്, ഞങ്ങൾ സപ്പോർട്ട് ചെയ്തെന്ന് ആരെയാണെന്ന് പുറത്തു പറയാൻ പറ്റില്ല എന്നതടക്കമുള്ള പ്രതികരണം പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ചില MLA-മാർ ആർക്കൊപ്പം നിൽക്കുന്നു എന്ന തരത്തിലുള്ള ലിസ്റ്റ് അത് ഫോട്ടോഗ്രാഫർ ക്യാമറയിൽ പകർത്തുന്നത് പുറത്തുവിടുന്നത്. എന്തായാലും അത് ലിസ്റ്റ് അല്ല എന്ന വിശദീകരണം ഉണ്ടാകുന്നു. എന്താണ് എന്ന് അവരവർക്ക് തന്നെ അറിയാം. എന്തായാലും മുഖ്യമന്ത്രിയെ കാത്തിരിക്കുകയാണ് കേരളം. ഇന്നല്ലെങ്കിൽ നാളെ മുഖ്യമന്ത്രിയെ നമുക്ക് കിട്ടും, അല്ലെങ്കിൽ കേരളം കാത്തിരുന്ന വിവരം പുറത്തു വരുമെന്ന ഒരു പ്രതീക്ഷയോടെയാണ് നമ്മളായിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം KPCC ആസ്ഥാനത്ത് വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ പുരോഗമിക്കുന്നു. ഇതിനിടയിൽ 3 പേരെയും നേതൃത്വം വിളിപ്പിക്കുകയുണ്ടായി. VD സതീശന് വേണ്ടിയിട്ട് തെരുവിലേക്ക് പ്രവർത്തകർ ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായി. എന്തായാലും കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിലേക്ക് പ്രവർത്തകർ നടത്തിയ ഒരു വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. VD സതീശനെ തന്നെ മുഖ്യമന്ത്രിയായിട്ട് വേണമെന്നൊരു ആവശ്യം ഉന്നയിച്ച് ആ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. ദൃശ്യങ്ങളിലേക്ക്